ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് അധികം ആളുകളുടെയും പരാതിയാണ്. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആരും അത് കാണുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് അധികം ആളുകളും പറയാറുണ്ട്. നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരെയും കാണിക്കാനൊരു മാർഗം നമ്മുടെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ് ആ ഒരു ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകളൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ് എന്ന് കാണും. ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുള്ളത്. ഈ അപ്ഡേറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന ഭാഗമാണ്. ഈ സ്റ്റാറ്റസ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണോ സ്റ്റാറ്റസ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു തമ്പനയിൽ ഞാൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തമ്പനയിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഈ സ്റ്റാറ്റസ്, ഈ ഫോട്ടോ എൻ്റെ കോൺടാക്റ്റുള്ള മുഴുവൻ ആളുകളെയും കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്ന് കാണാൻ സാധിക്കും. ഒരു അറ്റ് ബട്ടൺ, നമ്മൾ gmail.com ഒക്കെ ഇടുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഇടുന്ന ഈ അറ്റ് ബട്ടൺ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ അറ്റ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിത് നമ്മുടെ കോൺടാക്റ്റുള്ള മുഴുവൻ വ്യക്തികളെയും മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വ്യക്തികളും ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ വ്യക്തികളെയും ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവൻ വ്യക്തികളും നിങ്ങൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനം കാണുന്ന ഈ ടിക്ക് മാർക്ക്, ഈ ഗ്രീൻ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺടാക്റ്റിൽ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ പേരെയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ പേരിലേക്കും ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹായ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ സ്റ്റാറ്റസ്, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മൾ സെലക്ട് ചെയ്ത ആൾക്ക് സ്റ്റാറ്റസ് കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത് ഞാൻ കാണിച്ചു തരാം. കിട്ടുന്ന ആൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ മറ്റൊരു മൊബൈൽ നമ്പറിലാണ് സെലക്ട് ചെയ്തത്, മെൻഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മൊബൈലിലേക്ക് ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചത് ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ സ്റ്റാറ്റസ് കാണും. കാരണം അവർക്കൊരു പേഴ്സണൽ മെസ്സേജാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യു ആർ മെൻഷൻഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നേരെ സ്റ്റാറ്റസ് കാണും. അപ്പോൾ സ്റ്റാറ്റസ് കാണാത്ത ഒരാളാണെങ്കിൽ അയാൾ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് കാണും. ഇനി അയാൾക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ആർക്കാണോ ഇതുപോലെ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്കും ഈ ഫോട്ടോ ഷെയർ ചെയ്യാനും അയാളുടെ സ്റ്റാറ്റസ് വെക്കാനും സാധിക്കും. ഇപ്പം നമ്മളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ടു സ്റ്റാറ്റസ് എന്ന് കാണും. ഈ ആഡ് ടു സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കും സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പിനകത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആരും കാണുന്നില്ല എന്ന് പരിഭവം പറയുന്ന ആളുകൾക്ക് അവരുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എത്ര പേരുണ്ട് അവർക്കൊക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ട് കാണും. നമ്മുടെ സ്റ്റാറ്റസിൻ്റെ വ്യൂവേഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.